വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കാറിൻ്റെ AC ഡ്രയർ ഫിൽറ്റർ ബ്ലോക്ക് ആയാൽ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ഡ്രയർ ഫിൽറ്റർ ബ്ലോക്കായിട്ട് അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഇതാണ് നമ്മുടെ എക്കോസ്പോർട്ട്. ഇതിൻ്റെ ഡ്രയർ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഡ്രയർ ബ്ലോക്ക് ആകുമ്പോൾ കാണിക്കുന്ന സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലിക്വിഡ് ലൈൻ പൈപ്പ് തണുത്ത് വരുന്നു. അതായത് നേരിയ ചൂട് വണ്ടി കൊടുത്ത് തണുപ്പ് വരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ വണ്ടിയുടെ ബെമ്പർ ഊരി മാറ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രയറിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഡ്രയറാണ് വരുന്നത്. ഒന്ന് കണ്ടൻസർ കൂടെ ഒരു ഡ്രയർ ഫിൽറ്ററായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് ഈ കുറ്റി രൂപത്തിലൊരു ഫിൽറ്ററുമാണ് വരുന്നത്. നമുക്ക് ഈ എക്കോസ്പോർട്ടിൽ വന്നേക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇപ്പോൾ പുതിയ എല്ലാ മോഡൽ വണ്ടികളിലും കണ്ടൻസറിൽ കൂടെ തന്നെയാണ് ഫിൽറ്റർ വരുന്നത്. ഡ്രയറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് AC സിസ്റ്റത്തിലുള്ള അഴുക്കുകളെ ബ്ലോക്ക് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് സിൽക്ക ജെല്ലാണ്. ഇത് മറ്റൊരു വണ്ടിയുടെ കണ്ടൻസറാണ്. ഇതിൻ്റെ ഡ്രയർ ബ്ലോക്കായിട്ട് മാറ്റുന്നതാണ്. ഇതാണ് ഈ പറഞ്ഞ ഡ്രയർ. കണ്ടൻസറിൽ ഇൻബിൽട്ടായിട്ട് വരുന്നത് ഡ്രയറാണിത്. ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവും, അത് ഊരിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഡ്രയർ ഊരിയെടുക്കുന്നത്. ഈ ഒരു ഹോളിലാണ് ഡ്രയറിൻ്റെ പൊസിഷൻ വരുന്നത്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞ് ഇതുപോലെ ഒരു ഫിൽറ്റർ ഇടാവുന്നുള്ളൂ. കണ്ടൻസറിൽ അടുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡ്രയർ ഇടേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡ്രയർ. അപ്പോൾ നമ്മൾ പുതിയ ഡ്രയർ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പോണ്. മറ്റേ ടൈപ്പ് ഡ്രയറിനേക്കാളും പൈസ കൂടുതലാണ് ഈ ഡ്രയറിന്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് ഡ്രയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രഷർ കൊടുത്ത് നോക്കുകയാണ് വേണ്ടത്. പ്രഷർ കൊടുത്ത് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ കൊടുത്ത് മിനിമം 1 മണിക്കൂറും പ്രഷർ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് വാക്യൂം ചെയ്ത് ഗ്യാസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 200 പ്രഷർ കൊടുത്തിട്ട് യാതൊരു മാറ്റവും ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് തുറന്ന് കളഞ്ഞിട്ട് വാക്യൂം ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മൾ വാക്യൂം ചെയ്യാൻ പോണ്. വാക്യൂം ചെയ്യുന്ന കൂട്ടത്തിൽ കംപ്രസറിലേക്ക് ഓയിൽ കൊടുക്കാൻ മറക്കരുത്. അതിന് ശേഷം നമുക്ക് ഗ്യാസ് തുറന്നു വിടാം. ഇപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് മാറി കിട്ടിയിട്ടുണ്ട്. ലിക്വിഡ് ലൈന് നേരിയ തണുപ്പുള്ളൂ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സെഷൻ ഹൗസിൽ നല്ല തണുപ്പുണ്ട്. അകത്ത റീഡിംഗ് ഒക്കെ പക്കയാണ്. ഓരോ വണ്ടികൾക്കും നിശ്ചയിക്കപ്പെട്ട അളവിൽ മാത്രം ഗ്യാസ് ഫില്ല് ചെയ്യുക. ഓവർ ഗ്യാസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഡ്രയർ എന്താണ്, അതുപോലെ തന്നെ ഡ്രയർ എങ്ങനെ മാറ്റണമെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.